ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ചൈന ലോകത്തെ ഞെട്ടിച്ച പുതിയൊരു AI ഏജൻ്റായ മാനസ് എന്ന് പറയുന്ന ടൂളിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോയാണ്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ മാനസ് ഒരു ക്ലൗഡ് ബേസ്ഡ് AI ടൂളാണ്. പല AI പ്ലാറ്റ്ഫോമിനെയൊക്കെ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് ഒരു ഓട്ടോണോമസ് ടാസ്ക് പെർഫോം ചെയ്യുന്ന ഒരു AI ടൂളാണ് ഈ പറഞ്ഞ മാനസ് എന്ന് പറയുന്നത്. ഡീപ് സീക്ക് നമുക്കറിയാം അല്ലേ, ലോകത്തെ ചൈന ഞെട്ടിച്ച ഒരു AI ടൂളായിരുന്നു ഡീപ് സീക്ക്. അപ്പോൾ അതുപോലെ ഇപ്പോൾ ഒരു AI ഏജൻറ്റ് വെച്ച് ലോകത്തെ ഞെട്ടിച്ചിരിക്കുകയാണ് ചൈന. അതാണ് ഈ കാണുന്ന മാനസ് എന്ന് പറയുന്നത്. ഇത് ശരിക്കും ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് മോണിക്ക എന്ന് പറയുന്ന ഒരു ചൈനീസ് സ്റ്റാർട്ടപ്പ് കമ്പനിയാണ്. അതുപോലെ നമ്മൾ വിശദമായി ഈ ഒരു ടൂളിലൂടെ പോകുന്നുണ്ട്. അപ്പോൾ അതിനു മുമ്പായിട്ട് നമ്മൾ എന്താണ് AI ഏജൻ്റ് എന്ന് മനസ്സിലാക്കാം. AI ഏജൻറ്റിനെ കുറിച്ച് അറിയാവുന്നവരാണെങ്കിൽ ഈ ഒരു പോർഷൻ സ്കിപ്പ് ചെയ്തിട്ട് ടൂളിൻ്റെ വിശദമായ കാര്യങ്ങൾ നോക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ആദ്യം AI ഏജൻറ്റ് എന്താണെന്ന് നമുക്ക് ഒന്ന് മനസ്സിലാക്കാം. ഫോർ എക്സാമ്പിൾ, നമുക്കിപ്പോൾ ഒരു ഔട്ട്ലുക്കിലൊരു മീറ്റിംഗ് ബുക്ക് ചെയ്യണം വേറൊരാളുമായിട്ട്. അപ്പോൾ പുള്ളിക്കാരൻ്റെ ആ ഒരു ടൈം സ്ലോട്ട് നോക്കി, ഫ്രീ ടൈം നോക്കിയിട്ട് നമ്മുടെ ടൈം നോക്കി ബുക്ക് ചെയ്യണം അല്ലേ. അപ്പം ഈ ഒരു ടാസ്ക് നമ്മൾ ചെയ്യുന്നില്ല, പകരം വേറൊരു AI ഏജൻറ്റ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെയിരിക്കും? നമ്മുടെ കുറേയധികം കാര്യങ്ങൾ കുറച്ച് റിലീഫ് കിട്ടും അല്ലേ. അപ്പോൾ ഇത് തന്നെയാണ് ഒരു എക്സാമ്പിളായിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ ഒരു AI ഏജൻറ്റ് ചെയ്യുന്നതും ഇങ്ങനെയുള്ള ചെറിയൊരു ടാസ്ക് ഓട്ടോണോമസ്ലി നമ്മളൊരു ഇൻ്റർവെൻഷൻ ഇല്ലാതെ തന്നെ ബുക്ക് ചെയ്ത് നമുക്ക് പ്ലേസ് ചെയ്യുന്നതാണ്. ഇനി വേറൊരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ, നമുക്കൊരു ടിക്കറ്റ് ബുക്ക് ചെയ്യണം. അപ്പോൾ കുറേ സൈറ്റിൽ കയറിയിട്ട് ഏറ്റവും ചീപ്പറായിട്ടുള്ള ഒരു ടിക്കറ്റ് ബുക്ക് ചെയ്യണമെങ്കിൽ അതും നമുക്കൊരു AI ഏജൻറ്റിന് കൊടുക്കാം. ഈ ഒരു AI ഏജൻറ്റ് ഈ പറഞ്ഞ സൈറ്റുകളെല്ലാം സെർച്ച് ചെയ്തിട്ട് നമ്മുടെ ഇഷ്ടപ്രകാരം നമ്മുടെ ടേസ്റ്റ് എന്താണോ അത് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് ഈ ഒരു ബുക്കിംഗ് ഓട്ടോണോമസ്ലി ചെയ്യും. നമ്മൾ അതിൻ്റെ ഇടയിൽ കയറി കമൻറ്റ് അങ്ങനെയൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഇത് ഓട്ടോണോമസ് ആയിട്ട് ഇത് തന്നെ ചെയ്യും. അപ്പോൾ ഇത് വേറൊരു എക്സാമ്പിളാണ്. അങ്ങനെ പല പല ആപ്ലിക്കേഷൻസ് ഉണ്ട്. അപ്പോൾ നമുക്കിതെല്ലാം നമുക്ക് മാനസ് എന്ന് പറയുന്ന ആ ഒരു ആപ്പിൻ്റെ അകത്ത് കയറിയിട്ട്, ഇതൊരു ആപ്പല്ല, ഇതൊരു ടൂളാണ്. പല ആപ്പുകളെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന ഒരു ടൂളാണ്. അപ്പം ഈ മാനസ് എന്ന് പറയുന്ന ഒരു ടൂളിൽ കയറി നമുക്ക് നോക്കാം. ഓക്കെ, അപ്പം നമ്മുടെ സൈറ്റ് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ നോക്കുകയാണെങ്കിൽ പല ഫീച്ചേഴ്സ് നമുക്ക് അവൈലബിൾ ആണെന്ന് കാണാം. ഇതിൽ പല ടൈപ്പ് റിസർച്ച് നമുക്ക് നടത്താം. അതുപോലെ നമുക്ക് ഡേറ്റ അനലൈസ് ചെയ്യാം. അതുപോലെ നമുക്ക് പ്രൊഡക്ടിവിറ്റി നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ ഇതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് വേണമെങ്കിൽ ഒരു ട്രാവൽ ഐറ്റിനറി നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ നോക്കാം. അപ്പോൾ ഇതിൽ ഞാൻ ജപ്പാനിലോട്ടൊരു ട്രാവൽ പോവുകയാണെങ്കിൽ ഒരു 7 days വിത്തിൻ $5,000 ബഡ്ജറ്റിൽ ഒരു ഐറ്റിനറി വേണമെന്ന് ചോദിക്കുന്നു. അപ്പോൾ നമുക്ക് ആ ഒരു ഓപ്ഷൻ എടുത്ത് നോക്കാം. അപ്പോൾ പ്രോംപ്റ്റിംഗ് ചെയ്തിട്ട് നമുക്ക് റിസൾട്ട് എന്താണെന്ന് നോക്കാം. ഓക്കെ, ഞാൻ സ്കിപ്പ് ചെയ്യുന്നു റിസൾട്ടിലോട്ട് വരാനായിട്ട്. ഓൾറെഡി ഇത് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് റിസൾട്ട് നോക്കാം. ഇവിടെ നോക്കിയാൽ ഐറ്റിനറി, ഓക്കെ, ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഇവിടെ ഉണ്ട്. ഓക്കെ, ഈ ഫയൽസ് എല്ലാം നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്കിവിടെ വന്നിട്ട് ഈ ഒരു HTML നമുക്ക് ഡൗൺലോഡ് ചെയ്ത് നമുക്ക് വ്യൂ ചെയ്യാം. ഓക്കെ, ഇവിടെ നോക്കുകയാണെങ്കിൽ കണ്ടോ, 7 day ഐറ്റിനറി റെഡി ആയിട്ടുണ്ട്. ബഡ്ജറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാമാണ് ഇൻപുട്ടായിട്ട് നമ്മൾ എടുത്തത്. അതുപോലെ പല ദിവസത്തെ ഐറ്റിനറി എല്ലാം ഡീറ്റെയിൽഡായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. Day 1, Day 2, Day 3 അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇതിലെല്ലാ ഡീറ്റെയിൽസും കൊടുത്ത് ഒരു ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ള ഒരു സംഭവമാണ് നമുക്ക് കിട്ടുന്നത്. ഇതൊരു കിടിലം ഫീച്ചറാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് യൂസ് കേസ് കിടിലമായിരുന്നു. അപ്പോൾ നമുക്ക് അടുത്തൊരു യൂസ് കേസ് നോക്കാം. പല സ്റ്റോക്ക് മാർക്കറ്റിലെ സ്റ്റോക്സൊക്കെ അനലൈസ് ചെയ്യാനും നമുക്ക് ഈ ടൂൾ യൂസ് ചെയ്യാം. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ടെസ്ല സ്റ്റോക്സ് നമുക്ക് എങ്ങനെ അനലൈസ് ചെയ്യണമെന്ന് നോക്കാം. ജസ്റ്റ് ഞാൻ ഇതിൻ്റെ ഓൾറെഡി പ്രോംപ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് എടുക്കുന്നത്. ഇതിൽ കൊടുത്തിട്ടുള്ളത് ഇത് കണ്ടോ, ഒരു റവന്യൂ റിപ്പോർട്ട് അനലൈസ് ചെയ്യാനാണ്. അപ്പോൾ നമുക്ക് ഫൈനലി റിസൾട്ട് എന്താ വരുന്നതെന്ന് നോക്കാം. ഞാൻ സ്കിപ്പ് ചെയ്തിട്ട് നമുക്ക് റിസൾട്ട് എന്താണെന്ന് നോക്കാം. ഓക്കെ, ഇത് കണ്ടോ, ഇവിടെ അനാലിസിസ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഓപ്പൺ ചെയ്യാം. ഇത് നോക്കുകയാണെങ്കിൽ നമ്മൾ പല പേജസ് നോക്കുന്നതിന് പകരം സിംഗിൾ വ്യൂവിൽ ഇതെല്ലാ സാധനങ്ങളും അനലൈസ് ചെയ്ത് ഇപ്പോഴത്തെ കറണ്ട് ട്രെൻഡ് എങ്ങനെയാണ് അല്ലേ, ഫിനാൻഷ്യൽ പെർഫോമൻസ്, വാല്യുവേഷൻ, സകല കാര്യങ്ങളുണ്ട്. ടെക്നിക്കൽ അനാലിസിസ് വരെയുണ്ട്. വളരെ ഡീറ്റെയിൽഡായിട്ട് മാർക്കറ്റ് പൊസിഷൻ എല്ലാം ഉണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഈ ഒരു റിപ്പോർട്ട് നോക്കിയാൽ തന്നെ നമുക്ക് ഡിസൈഡ് ചെയ്യാം സ്റ്റോക്ക് വാങ്ങണോ വേണ്ടേ അതോ സെല് ചെയ്യണോ എന്നൊക്കെ. അപ്പോൾ ഇതൊരു കിടിലം യൂസ് കേസാണ്.
ഓക്കെ, നമ്മൾ ഇനി ഒരു ടോപ്പിക്കിനെ കുറിച്ച് റിസർച്ച് ചെയ്യാനാണെങ്കിൽ അതും നമുക്ക് ഇതിൽ ഈ ഒരു ഏജൻറ്റ് വെച്ച് നമുക്ക് ചെയ്യാൻ സാധിക്കും. ഇപ്പം ഞാനൊരു ഫിസിക്സ് ടീച്ചറാണെങ്കിൽ ഇപ്പോൾ മൊമെൻറ്റം തിയറത്തിനെ കുറിച്ച് ഒരു റിസർച്ച് നടത്തണമെങ്കിൽ നമുക്ക് പ്രോംപ്റ്റ് ചെയ്താൽ മതി. നമ്മൾ ടൂളിൽ പോകുന്നു, ഇവിടെ പ്രോംപ്റ്റ് ചെയ്യുന്നു. പ്രോംപ്റ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു ഡീറ്റെയിൽഡ് റിപ്പോർട്ട് കിട്ടും. റിപ്പോർട്ട് പോയിട്ട് വേണമെങ്കിൽ നമുക്ക് ടൂളിങ്ങും നമുക്ക് ജനറേറ്റ് ചെയ്യാൻ സാധിക്കും. ഇതുണ്ടോ, റൈറ്റ് സൈഡിൽ പലതും നമ്മൾ ലൈവായിട്ട് കാണാൻ സാധിക്കും. അതുപോലെ നമ്മൾ റിസൾട്ടിലോട്ട് പോവുകയാണെങ്കിൽ ഒരു HTML ഒരു സൈറ്റ് ക്രിയേറ്റായി. ഇതൊരു ചെറിയൊരു അനിമേഷനാണ് കേട്ടോ. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതുണ്ടോ, മൊമെൻറ്റം പഠിക്കാൻ ഇനി ഈസിയാണ്. ഇത്രയും നല്ലൊരു ടൂള്, എന്താ സംഭവം നോക്കിയേ. റീസെറ്റ് ചെയ്യാം, പ്ലേ ചെയ്യാം, നമുക്ക് ഇത് പഠിക്കാൻ നല്ല എളുപ്പമായിരിക്കും. അപ്പോൾ ടീച്ചേഴ്സിനും അതുപോലെ സ്റ്റുഡൻസിനും ഒക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവമാണ്. ടീച്ച് ചെയ്യാനും എളുപ്പമാണ്, അതുപോലെ പഠിക്കാനും എളുപ്പമായിരിക്കും. യൂസ് കേസ് എല്ലാം കിടിലമാണ് അല്ലേ? അപ്പോൾ ഇതുപോലെ ഈ ഒരു ടൂൾ ആക്സസ് ചെയ്യണമെങ്കിൽ നമുക്ക് റെഫറൽ വേണം. ഈ ഒരു റെഫറൽ തന്നെ ഇപ്പോൾ ആൾക്കാർ മറിച്ച് വയ്ക്കുകയാണ്. കാരണം എല്ലാവർക്കും കിട്ടുന്നതല്ല ഇതിപ്പോൾ. ഭയങ്കര ഡിമാൻഡിങ് ആണ്, ബൂമിങ് ആണ്, ഭയങ്കര ബൂമിങ് ആണ് ഈ ഒരു ടൂളിപ്പോൾ. അപ്പോൾ നമുക്ക് അടുത്ത യൂസ് കേസ് നോക്കാം. ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് പല ഇൻഷുറൻസ് കമ്പനീസിനെ നമുക്കൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. ജസ്റ്റ് ഞാൻ ഇവിടെ പോകുന്നു, എന്നിട്ട് പ്രോംപ്റ്റ് ചെയ്യുന്നു, എന്നിട്ട് പല PDF നമുക്ക് ഇൻപുട്ടായിട്ട് കൊടുക്കാം. എന്നിട്ട് അത് കമ്പയർ ചെയ്തിട്ട് ഏറ്റവും ബെസ്റ്റ് ഇൻഷുറൻസ് ഏതാണ് അതിനെക്കുറിച്ചൊരു ഐഡിയ കിട്ടും. അപ്പം നമുക്ക് റിസൾട്ടിലോട്ട് പോകാം. റിസൾട്ട് നോക്കുകയാണെങ്കിൽ ഇതുണ്ടോ, ഇവിടെ പല ടേബിൾ ഫോർമാറ്റിൽ നമുക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അതുപോലെ ഫൈനൽ റിപ്പോർട്ടും ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ഇതൊരു ഓപ്ഷനാണ്. പിന്നെ നമുക്ക് വേറെ നോക്കാം. ഇനി നമുക്ക് B2B സപ്ലയർ സോഴ്സിങ്, അതായത് നമുക്ക് ഇത് പലപ്പോഴും ബിസിനസ് ചെയ്യണവർക്കൊക്കെ ആവശ്യമുള്ളൊരു സാധനമാണ്. അപ്പം ഞാനിപ്പോൾ ഒരു റബ്ബർ മാറ്റ് ബെസ്റ്റ് പ്രൈസ് വേണമെങ്കിൽ സെർച്ച് ചെയ്ത് കൊടുക്കാം നമുക്ക്. അപ്പോൾ ഇത് തന്നെ സെർച്ച് ചെയ്തത് പല സൈറ്റിൽ പോയി സെർച്ച് ചെയ്തിട്ട് ഫൈനലൊരു റിസൾട്ട് ഉണ്ടായിക്കൊണ്ട് വരും. അപ്പോൾ നമുക്ക് ആ റിസൾട്ടിലോട്ട് പോയി നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇതാണ് നമ്മുടെ റിസൾട്ട്. ഓക്കെ, നമുക്ക് എല്ലാ കാറ്റഗറിയും അവൈലബിൾ ആണ്. ഓക്കെ, എന്തോ പ്രശ്നമുണ്ടല്ലോ. ഓക്കെ, ഇതൊരു പിക്ചറാണ്, അതുകൊണ്ടാണ്. നമുക്ക് ഇവിടെ നിന്ന് ഓപ്പൺ ചെയ്യാം. ഇതാണ് കറക്റ്റ്. ഓക്കെ, ഇവിടെ നോക്കുകയാണെങ്കിൽ ബഡ്ജറ്റ് കണ്ടോ, പല ബഡ്ജറ്റിൽ നമുക്ക് റിസർച്ച് ചെയ്ത് കിട്ടിയൊരു റിസൾട്ടാണ്. അതുപോലെ റീറ്റെയിലറാണോ അതിനെക്കുറിച്ചൊക്കെ നമുക്ക് പല ഓപ്ഷൻസ് ഉള്ള ഒരു HTML സൈറ്റാണ് ഇപ്പോൾ ക്രിയേറ്റ് ചെയ്ത് വന്നതുണ്ടോ. അങ്ങനെ നമുക്കിതെല്ലാം ചെക്ക് ചെയ്ത് നോക്കാൻ പറ്റും. നമ്മുടെ ആവശ്യത്തിന് നമുക്ക് എന്താണോ വേണ്ടത് അത് മാത്രം നമുക്കൊരു ഔട്ട്പുട്ടായിട്ട് കൊണ്ടുവരും. പല സൈറ്റിൽ നിന്ന് സെർച്ച് ചെയ്തിട്ടുള്ള ഒരു ഔട്ട്പുട്ടാണിത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും പറയണം കേട്ടോ. നിങ്ങളുടെ സജഷൻസ് പറയാം, നിങ്ങളുടെ കമൻറ്റ്സ് ഇത് ഈ ഒരു യൂസ് കേസൊക്കെ കണ്ടിട്ട് എങ്ങനെ ഉണ്ടെന്ന് നിങ്ങളും പറയണം. അപ്പോൾ നമുക്ക് അടുത്തതിലോട്ട് പോകാം. അടുത്ത് നമുക്ക് പ്രൊഡക്ടിവിറ്റിയിൽ ഒരു ഓപ്ഷൻ നോക്കാം. ഇവിടെ നമുക്കൊരു വെബ്സൈറ്റ് SEO ഓപ്റ്റിമൈസേഷൻ ചെയ്യാൻ നോക്കാം. ഇത് ജസ്റ്റ് നമ്മൾ ഒരു URL ഇവിടെ ഇൻപുട്ടായിട്ട് കൊടുത്താൽ മതി. എന്നിട്ടൊരു SEO ഓഡിറ്റ് ചെയ്ത് തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെ ചെയ്ത് റിസൾട്ടും കൊണ്ടുവരും. അപ്പോൾ നമുക്ക് ഇൻപുട്ട് ഇവിടെ കൊടുക്കാം, പ്രോംപ്റ്റ് ചെയ്താൽ മതി. അത് കഴിഞ്ഞിട്ട് നമുക്ക് റിസൾട്ട് നോക്കാം. റിസൾട്ട് നോക്കുമ്പോൾ ഇവിടെ നമുക്ക് റിപ്പോർട്ട് കിട്ടും, ഫൈനൽ റിപ്പോർട്ട്. ഇതെല്ലാം റിപ്പോർട്ട് ഡീറ്റെയിൽഡ് റിപ്പോർട്ട്സാണ്. ഓക്കെ, അപ്പോൾ നമുക്കത് വേണ്ടെങ്കിൽ ഫൈൻഡിങ്സ് കണ്ടോ, ഇതെല്ലാം നമുക്ക് ഡീറ്റെയിൽഡായിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ഇത് വളരെ സിമ്പിളാണ് സംഭവം. അപ്പോൾ ഇനി നമുക്ക് വേറൊരു യൂസ് കേസ് നോക്കാം. ഇനിയിപ്പോൾ കോൺട്രാക്റ്റ് റിവ്യൂ ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ ഇൻ്റർവ്യൂ ഷെഡ്യൂൾ ചെയ്യണമെങ്കിലോ അങ്ങനെ പല യൂസ് കേസസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഏതാണെന്ന് വെച്ചാൽ നമ്മുടെ ആവശ്യം അതിനനുസരിച്ച് നമ്മൾ സെർച്ച് ചെയ്തെടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു മാനസ് എന്ന് പറയുന്ന ആ ഒരു AI ടൂളിൽ വരുന്ന ഫീച്ചേഴ്സ്. അപ്പോൾ നമുക്ക് ശരിക്കും ഇത് ആക്സസ് കിട്ടണമെങ്കിൽ ഈസി ആയിട്ട് കിട്ടില്ല. കാരണം ഇത് ഒരു റെഫറൽ ഉണ്ടെങ്കിലേ കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇവിടെ പോയിട്ട് നമുക്ക് റിക്വസ്റ്റ് ചെയ്യാം. നമ്മുടെ എവിടെയാണ് വർക്ക് ചെയ്യുന്നത്, എന്താണ് നമ്മുടെ പർപ്പസ് എന്നൊക്കെ കൊടുത്ത് റിക്വസ്റ്റ് ചെയ്തിട്ട് വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഇതുപോലെയുള്ള ടൂൾസ് ശരിക്കും പറഞ്ഞാൽ റിയലി ഒരു ഗെയിം ചേഞ്ചറാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നമ്മുടെ രാജ്യത്ത് ഇതുപോലെയുള്ള AI ഏജൻസും ടൂൾസും ഒക്കെ ഡെവലപ്പ് ചെയ്യട്ടെ. പുതിയ വീഡിയോയിൽ ഉടനെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.